ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് പാലങ്ങൾ. ചില പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ ഇതൊക്കെ എങ്ങനെ നിർമ്മിച്ചെടുത്തു എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ള ലോകത്തിലെ അത്ഭുതകരമായിട്ടുള്ള ചില ബ്രിഡ്ജുകളെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോങ്ജിയാങ് സസ്പെൻഷൻ ബ്രിഡ്ജ് ചൈനയിലെ യുന്നാൻ പ്രവിശ്യയിലെ ബാവോഷാൻ എന്ന സ്ഥലത്തെയും തെങ്ചോഗ് എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭീമൻ പാലമാണിത്. രണ്ട് വലിയ മലകൾക്കിടയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 2011 സർക്കാർ ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായി ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഈ രണ്ട് മലകൾക്കിടയിലായി നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. 984 അടി, അതായത് 300 മീറ്റർ അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എങ്കിലും ഈ പാലം തകർന്നു പോകില്ല എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇതൊക്കെ കൂടാതെ ഈ പാലം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതാ മേഖല കൂടിയാണ്. പക്ഷേ ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ആയതിനാൽ തന്നെ ഏത് ഭൂകമ്പത്തെയും ഈ പാലം അതിജീവിക്കുമത്രേ. ഈ പാലം മൂവബിളായിട്ടുള്ള ജോയിൻസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാലാണ് ഭൂകമ്പം ഉണ്ടായാലും ഈ പാലത്തിനൊന്നും സംഭവിക്കില്ലെന്ന് ചൈന പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് വീണാൽ പൊടി പോലും കിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ദ സൺഷൈൻ സ്കൈവേ ബ്രിഡ്ജ് ഫ്ലോറിഡയിലെ ടാംബ ഉൾക്കടലിന് മുകളിലൂടെ പോകുന്ന ഒരു നീളമേറിയ കടൽ പാലമാണിത്. ഇതിന് 7 കിലോമീറ്റർ നീളമുണ്ട്. ടെറാസിയ എന്ന സ്ഥലത്തെയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. എന്നാൽ ഈ പാലത്തിന് ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഭൂതകാലമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാലം രണ്ടാമത് നിർമ്മിച്ച പാലമാണ്. അതായത് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് 1950-ലാണ്. ആ സമയത്ത് അമേരിക്കയിലെ ഏറ്റവും നീളമേറിയ പാലമായിരുന്നു ഇത്. പക്ഷേ 1980 മേയിൽ കനത്ത മഴയെ തുടർന്ന് ഒരു കപ്പൽ ഈ പാലത്തിലെ സെക്ഷൻ ബി എന്ന ഭാഗത്തേക്ക് വന്നിടിക്കുകയും പാലം തകർന്ന് 8ഓളം വാഹനങ്ങൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ മുഴുവൻ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഒരു പാസഞ്ചർ ബസ് കൂടി ഉണ്ടായിരുന്നു എന്നത് ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടി. അങ്ങനെ ആ പാലം പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഈ പുതിയ പാലം നിർമ്മിച്ചത്. ഈ പാലം 35ഓളം വർഷങ്ങളായി പ്രശ്നങ്ങളൊന്നും കൂടാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. ദ സിധു റിവർ ബ്രിഡ്ജ് ചൈനയിലെ ഹുബെ പ്രവിശ്യയിലാണ് സിധു റിവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ ലോങ്ജിയാങ് സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെയുള്ള ഒരു പാലമാണ് ഇതും. ഷാങ്കായ് എന്ന പട്ടണത്തെയും ചോങ്കിങ് എന്ന പട്ടണത്തെയും ബന്ധിപ്പിക്കുന്ന മലകൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജാണിത്. ഈ രണ്ട് നഗരങ്ങളിലായി 5 കോടിയോളം ജനങ്ങളാണ് ജീവിക്കുന്നത് എന്നാണ് കണക്ക്. അതിനാൽ തന്നെ ഈ പാലത്തിലൂടെ ഒരുപാട് ആളുകളാണ് ദിവസവും സഞ്ചരിക്കാറുള്ളത്. രണ്ട് മലകൾക്കിടയിലാണെങ്കിലും ഈ പാലം ഭൂകമ്പ സാധ്യത മേഖലയിലല്ല സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ കുത്തനെയുള്ള മലയിടുക്കുകളായതിനാൽ തന്നെ ഈ പാലത്തിനെ ബന്ധിപ്പിക്കാനുള്ള കേബിൾ 2 ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ എഞ്ചിനീയേഴ്സ് ആദ്യം ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ അതിനായി അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ബ്രിഡ്ജ് കേബിൾ ഒരു റോക്കറ്റിൽ ഘടിപ്പിച്ച ശേഷം ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ലോകചരിത്രത്തിൽ ആദ്യമായായിരുന്നു ഈ പരീക്ഷണം നടന്നത്. ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ 3 വർഷങ്ങളാണ് വേണ്ടിവന്നത്. 1640 അടി, അതായത് 500 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അതായത് ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചാലും വീണ്ടും സ്ഥലം ബാക്കിയായിരിക്കും. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ഇതൊന്നുമല്ല എന്നതാണ് സത്യം. ദ ഹോങ്കോങ് സുഹായ് മെക്കാവു ബ്രിഡ്ജ് ഈ പാലത്തെ കണ്ണീരിൻ്റെയും രക്തത്തിൻ്റെയും പാലമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതിനുള്ള കാരണം പറയാം. ഏതായാലും ലോകത്തിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന ഒരു പാലമാണിത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമായി അറിയപ്പെടുന്നത്. 5 കിലോമീറ്ററാണ് ഈ പാലത്തിന് നീളമെന്ന് പറയുന്നത്. ഈ പാലം ഹോങ്കോങ്, സുഹായ്, മക്കാവു എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഈ പാലം നിർമ്മാണത്തിൻ്റെ സമയത്ത് 20ഓളം വരുന്ന ജോലിക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. കൂടാതെ ഈ പാലത്തെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പാലം നിർമ്മിക്കാനായി 4,20,000 ടൺ സ്റ്റീൽസ് പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്രേ. അതായത് ഇത് വെച്ച് 60 ഈഫിൾ ടവർ നിർമ്മിക്കാൻ കഴിയുമെന്ന് സാരം. ദ യാങ്ബാവോഷൻ ബ്രിഡ്ജ് ചൈനയിലെ മലകൾക്കിടയിലുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് യാങ്ബോഷൻ സസ്പെൻഷൻ ബ്രിഡ്ജ്. ചൈനയിലെ ഗുസോയു പ്രവിശ്യയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ലോകത്തിലെ ആദ്യ 6 വരിപ്പാതയുള്ള പാലമായി അറിയപ്പെടുന്നത്. 1112 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. കൂടാതെ ഈ പാലം 984 അടി, അതായത് 300ഓളം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഈ പാലത്തിൻ്റെ അടിയിലൂടെ ക്വിൻഷി റിവർ എന്നൊരു നദിയും ഒഴുകുന്നുണ്ട്. ദ ഡഫേക്കു ബ്രിഡ്ജ്. ചൈനയിലെ ഗുസോ പ്രവിശ്യയിൽ തന്നെയാണ് ഈ പാലവും സ്ഥിതി ചെയ്യുന്നത്. റൻഹുവായ് എന്ന സ്ഥലത്തെയും സുൻയി എന്ന പട്ടണത്തെയുമാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട പാലങ്ങളൊക്കെയും ഒന്നുകിൽ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജുകളോ അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജുകളോ ആയിരുന്നിരിക്കണം. ഒരു തൂണിൽ കേബിൾ കണക്ട് ചെയ്ത് അത് പാലവുമായി ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന പാലങ്ങളാണ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജസ് എന്ന് അറിയപ്പെടുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജസ് എന്നാൽ ഒരു മെയിൻ കേബിൾ 2 ടവറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ബാക്കിയുള്ള കേബിളുകൾ പാലവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പാലങ്ങളാണ്. എന്നാൽ വലിയ പാലങ്ങൾ നിർമ്മിക്കാൻ കേബിൾ വേണ്ടെന്ന് തെളിയിച്ച ഒരു പാലമാണ് ഡഫേക്കു ബ്രിഡ്ജ്. അതായത് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഒരു ആർച്ച് രൂപത്തിലുള്ള നിർമ്മിതിയുടെ മുകളിലാണ്. 6 വരിപ്പാതയാണ് ഈ പാലത്തിലൂടെ നിർമ്മിച്ചിട്ടുള്ളത്. പുരാതന ചൈനയിലെ പാലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. 1427 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. കൂടാതെ 250 മീറ്റർ ഉയരത്തിലാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ദ റോയൽ ഗോർജ് ബ്രിഡ്ജ്. യഥാർത്ഥത്തിൽ പാലങ്ങൾ നിർമ്മിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണെന്ന് നമുക്കറിയാം. എന്നാൽ അമേരിക്കയിലെ കൊളറാഡോയിലെ ഈ പാലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമാണ്. റോക്കി മലകൾക്ക് മുകളിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കുള്ള വഴിയാണിത്. 1929 ഈ പാലം നിർമ്മിച്ചത്. 290 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 384 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. ഏതായാലും വിനോദസഞ്ചാര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പാലത്തെക്കുറിച്ച് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ആദ്യമായാവും കേൾക്കുന്നത്. ദ പിങ്ടാങ് ബ്രിഡ്ജ്. ഇതാണ് ചൈനയിലെ ഏറ്റവും ഉയരമുള്ള പാലമായി അറിയപ്പെടുന്നത്. ചൈനയിലെ ഗുസോ പ്രവിശ്യയിലാണ് ഈ അവിശ്വസനീയമായ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിന് 2 കിലോമീറ്റർ നീളമാണുള്ളത്. പിങ്ടാങ് എന്ന സ്ഥലത്തെയും ലുവോഡിയൻ എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 3 ഭീമാകാരമായ ടവറിൻ്റെ സഹായത്തോടെയാണ് ഈ പാലം നിലകൊള്ളുന്നത്. 300 മീറ്ററാണ് ലാൻഡിൽ നിന്നും ഈ പാലത്തിനുള്ള ഉയരം. 2135 മീറ്റർ, അതായത് 2.14 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ പാലം ഇതല്ല. മില്ലാവോ വിയഡക്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലം എന്ന ബഹുമതിയുള്ളത് ഈ പാലത്തിനാണ്. ടാൻ നദിക്ക് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 2.5 കിലോമീറ്ററോളമാണ് ഈ പാലത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. 7 ഭീമൻ തൂണുകളുടെ ബലത്തിലാണ് ഈ പാലം നിലകൊള്ളുന്നത്. കൂടാതെ 340 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈഫിൾ ടവറിനേക്കാൾ ഉയരമാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ് ഡെക്കുകളിലൊന്നാണ് ഈ പാലത്തിൻ്റെതെന്ന് മറ്റൊരു കാര്യം. 2001 ഒക്ടോബറിലാണ് പൊതുജനങ്ങൾക്കായി ഈ പാലം തുറന്നുകൊടുത്തത്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയ പാലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.